ഫുഡ് മാത്രമാണ് നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചത്. 11 മണിക്ക് വാശിപ്പുറത്ത് നടക്കുകയാണെങ്കിൽ 3 മണിയാകുമ്പോഴേക്കും ഇതിന്റെ അറ്റം കാണാം. നമുക്ക് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളമാണ്. ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ യൂട്യൂബിലോ കാണുന്ന പോലെയല്ല. ഒരു ട്രാമിന്റെ ആഗ്രഹമായി ഞങ്ങളൊരു രാത്രി മൊത്തം കളഞ്ഞതാണ്. നമുക്ക് നഷ്ടമായത് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പകുതിയാണ്. അതായത് ഞങ്ങളുടെ റിങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഹിസ്റ്ററി ഒന്നും നോക്കണ്ടേ? അതിപ്പോഴാണോ പറയണത്? വരുന്നതിന് മുമ്പ് വേണ്ടേ നോക്കാനായിട്ട്? ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ വെനീസിൻ്റെ ചെറിയ ചെറിയ പാതകളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെല്ലാവരും വെനീസ് എല്ലാം എക്സ്പ്ലോർ ചെയ്തു. എല്ലാം എന്ന് പറയാനായിട്ട് ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഫുഡ് മാത്രമാണ് നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് ഇനി ഓരോരുത്തരോട് ചോദിക്കാം, എന്താണ് എൻ്റെ ഒരു വിഷൻ ആയിരിക്കില്ല മറ്റൊരാളുടെ വിഷൻ, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ. നമുക്ക് ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരാം. എൻ്റെ അഭിപ്രായത്തിൽ വെനീസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലമാണ്, വളരെ ചെറിയ സ്ഥലമാണ്. രാവിലെ ഒരു 11 മണിക്ക് വാശിപ്പുറത്ത് നടക്കുകയാണെങ്കിൽ 3 മണിയാകുമ്പോഴേക്കും ഇതിൻ്റെ അറ്റം കാണാം. നമുക്ക് അത്രയും ദൂരം ഉള്ളു ശരിക്കും പറയാം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കരയിലൂടെ നമുക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ബ്രിഡ്ജുകളാണ്. അപ്പോൾ സൈക്കിള് പോലും നമുക്ക് പല സ്ഥലത്തും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത്ര ഇടുങ്ങിയ വഴികളാണ്, അത്ര ആൾക്കാരുടെ ജനത്തിരക്കും ഉണ്ട്. അതൊക്കെ നമുക്ക് ബോട്ട് മാത്രമേ ഇവിടെ പോസിബിളായിട്ടുള്ളൊരു വഴിയുള്ളൂ. നമ്മുടെ ഞാനിപ്പോൾ പറയുമ്പോൾ ആലപ്പുഴയാണ് അല്ലെങ്കിൽ കൊൽക്കത്തയാണ്, ഇവിടേക്ക് ആണെങ്കിലും കുറച്ചും കൂടി വിശാലമായതാണ്. അവിടെ വലിയ പാസഞ്ചേഴ്സ് വലിയ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വണ്ടികൾ പോകുന്നുണ്ട്, ബോട്ടുകളും പോകുന്നുണ്ട്, എല്ലാം ഒരുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പക്ഷേ ഭയങ്കര ചെറുതാണ്, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം വീതി വളരെ കുറവാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൊണ്ടുപോകലെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പ്രൈസിങ്, അതായത് ബോട്ട് സർവീസ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഗവൺമെൻറ് ബോട്ട് സർവീസ് ഉണ്ട്, ACTV എന്ന് പറയുന്നത്. അതൊക്കെ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. ഇപ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്, എക്സ്പെൻസീവ് എന്ന്. അതായത് പിന്നെ ഇവിടെ ടാക്സി ആണുള്ളത്. യെസ്, ഇപ്പം നമ്മൾക്ക് ഈ താഴെ കാണുന്ന ഈ സാധനമാണ് ടാക്സി. ഇവിടുത്തെ ഈ സാധനം 40 മിനിറ്റത്തേക്ക് 150 യൂറാണ്. ഏകദേശം ഒരു 14,000-13,000 രൂപ അടുത്ത്, 13,000 രൂപയുടെ മുകളിൽ എന്തായാലും വരും. 3 പേർക്ക് ചോദിച്ചപ്പം പറഞ്ഞതാണ്, 3 പേരുടെ റേറ്റാണ് പറഞ്ഞത് 40-45 മിനിറ്റിലേക്ക്. അതും ഈ ബോട്ട് ടാക്സി എടുത്താലും ഏകദേശം ഈ സ്പീഡിലേ പോകുള്ളൂ. ഇതിൻ്റെ ഔട്ടറിൽ മാത്രമായിരിക്കും അവർ സ്പീഡിൽ കുറച്ച് പോണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ പോയാലും ഇവർക്ക് ഈ സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ, ഗോണ്ടോയിലേക്കും അതേ സ്പീഡിന് പോകാൻ പറ്റുള്ളൂ എല്ലാ വണ്ടികളും. ആകെ നമ്മൾ ഇത്തിരി സ്പീഡിൽ പോകണം കണ്ടത് ആംബുലൻസ് മാത്രമാണ്. പക്ഷേ അത് സ്പീഡിൽ പോകാത്തതിൻ്റെ പ്രശ്നം ഭയങ്കര രീതിയിൽ തിരമാല ഉണ്ടാക്കിയിട്ട് ഇടിച്ച് തകർക്കാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് വളരെ മെല്ലെയാണ് പോണത്. പിന്നെ പ്രൈവറ്റ് ബോട്ടുകളാണ് പിന്നിലുള്ളത് അല്ലേ. പിന്നെ ഫുഡ് അത്യാവശ്യം എക്സ്പെൻസീവാണ് ഇവിടെ. മിക്കവാറും ബോട്ടിലെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരേണ്ടി വരുന്നതുകൊണ്ടായിരിക്കും. അതാണ് എൻ്റെ ഒരു ഇത്. 2 ദിവസത്തേക്ക് നല്ലതാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ താമസിക്കാൻ ഒരു സൗകര്യം കിട്ടുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട്. റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും. വെനീസ് എൻജോയ് ചെയ്യുകയാണെങ്കിൽ വെനീസിൻ്റെ തടാകത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ റൂം എടുക്കാനാണ് എൻ്റെ ഒരു ഇത്. എന്താണ് അജുവിൻ്റെ അഭിപ്രായം? ആദ്യമായിട്ട് ഞങ്ങൾ 3 ദിവസത്തെ ഒരു പ്ലാനാണ് വെനീസിൽ. അതായത് ശരിക്കും 3 ദിവസത്തെ ആവശ്യമില്ല, നമുക്ക് ഒരു ഫുൾ ഡേ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാവുന്നൊരു ഇതുള്ളൂ. നോക്കുവാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ കുറച്ച് എക്സ്പെൻസീവ് സിറ്റിയാണ്. ഫുഡായാലും അക്കോമഡേഷൻ ആയാലും എന്ത് കാര്യങ്ങളായാലും ഇവിടെ കുറച്ച് അധികം പൈസ കൂടുതൽ ചിലവാണ്. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളമാണ്. വെള്ളത്തിൻ്റെ കളറ് അത് പച്ചയാണ്. അത് നമുക്ക് ഭയങ്കര വേസ്റ്റും ഇല്ല, ഭയങ്കര അടിപൊളിയാണ്. ഈ പച്ച കളർ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ്സാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതിലൂടെ ബോട്ട് പോകുമ്പോഴും ഒക്കെ നമുക്കൊരു നമ്മുടെ നാട്ടിലെ ഒരു കൊൽക്കത്ത വൈബല്ല, എന്നാലും ഒരു അടിപൊളി ഒരു സ്ഥലം. അതെ 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 അതെ. ഇവിടുത്തെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ പച്ച കളറ് എല്ലായിടത്തും വെള്ളത്തിന് ഫുള്ള പച്ച കളറാണ്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. അക്കോമഡേഷൻ നമുക്ക് പൊതുവേ സിറ്റി തന്നെ എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് സിറ്റി മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് അവിടെ തന്നെ കറങ്ങാമായിരുന്നു. നമ്മൾ കുറച്ച് ഉള്ളേരിയയിൽ പോയി എടുത്തു വന്നാലും അക്കോമഡേഷൻ വളരെ അടിപൊളിയായിരുന്നു.
നമുക്ക് അക്കോമഡേഷനിൽ വളരെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടി, സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. ഞങ്ങൾ ചീപ്പൊരു അക്കോമഡേഷൻ നോക്കി എടുത്തതാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ സിറ്റിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം നമുക്ക് ഏത് പാതിരാത്രി എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വീട്ടിലെത്താനായിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ ഞങ്ങൾക്കൊരു ട്രാമിൻ്റെ ആഗ്രഹമായി ഞങ്ങളൊരു രാത്രി മൊത്തം കളഞ്ഞതാണ് ട്രാൻസ്പോർട്ടേഷൻ. അതെ അതെ അതെ. കുറച്ച് ബോട്ടിൻ്റെ റൂട്ട് എളുപ്പമാണ്, പക്ഷെ ബസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. രാത്രിയൊക്കെ സർവീസുകളുണ്ട്, അതിന് കുറച്ച് പാടായിരുന്നു എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനും. ഇവിടുത്തെ പള്ളി ബസലിക്ക പള്ളി അടിപൊളിയാണ്. പാലസ് ഉണ്ട്, പിന്നെ ടവറുണ്ട്. ടവറിൻ്റെ മുകളിൽ നമുക്ക് കയറാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ നടന്ന് ഓരോ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. അതായത് സ്ട്രീറ്റിൽ ഓരോ സാധനങ്ങൾ, ഗ്ലാസും കൊണ്ടുള്ള പരിപാടികൾ എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്കൊരു ആ ഒരു എസ്തറ്റിക് വൈബ് കിട്ടും നമ്മൾ ഈ ഒരു സ്ട്രീറ്റിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഇപ്പോൾ ഈ ഒരു റെസ്റ്റോറൻ്റ് എടുത്താൽ തന്നെ ഒരു എസ്തറ്റിക് സെൻസിൽ പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന കാര്യമാണ് ഈ മഴയത്ത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വെനീസ് അടിപൊളിയാണ്. ഒരു ബാക്ക് വാട്ടർ, ഒരു കുട്ടനാട് വൈബ്. കുട്ടനാട് ആയിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഡിഫറെൻ്റ് ആണ്. അതെ അതെ അതെ. ഈ തടാകങ്ങളാണ് ഇവിടെ മെയിനായിട്ട്, ഈ ചെറിയ പാലങ്ങൾ, അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമ്മൾ ഇന്നലെ കണ്ട ചെരിഞ്ഞ ഗോപുരം, ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വെനീസിലെ ട്രിപ്പ് ഏകദേശം ഫിനിഷ് ചെയ്യാറായി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനീസിലെ ട്രിപ്പിൽ ഞങ്ങൾക്ക് കുറേ എന്താ പറയുക പോരായ്മകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അക്കോമഡേഷൻ തന്നെയായിരുന്നു. അക്കോമഡേഷൻ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പല കാര്യങ്ങളും, പൈസയുടെ കുറേ കാര്യങ്ങളൊക്കെ കുറയ്ക്കാമായിരുന്നു. പക്ഷേ നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലല്ല എടുത്തത്, അതിന് പുറത്താണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബസ്സിൻ്റെ ടിക്കറ്റ് അതുപോലുള്ള കുറേ കാര്യങ്ങളിൽ ഇത് വന്നു. പിന്നെ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളതിൻ്റെ ലാക്ക് ഓഫ് നോളേജാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ യൂട്യൂബിലോ കാണുന്ന പോലെയല്ല. അതായത് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അവിടെ ഫ്രീ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ് ഓരോ സംഭവങ്ങൾ ചെയ്തത്. പിന്നെ നമുക്കിതെല്ലാം ഒത്തു വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ക്ലൈമറ്റ് ശരിയല്ലെങ്കിൽ അതും പോയി. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ഈ ഒരു പാക്കേജിൽ നമുക്ക് നഷ്ടമായത് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പകുതിയാണ്. കാരണം ക്ലൈമറ്റ് ശരിയല്ലായിരുന്നു. അപ്പം ഭയങ്കര മഴ, അങ്ങനെയുള്ളൊരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മഴയും അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഒന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗോൺതോളയിൽ കയറണം എന്നുള്ളത്. പിന്നെ ആസ്തറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഫുഡിന് ഭയങ്കരമായിട്ട് റേറ്റ് കൂടുതലാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഫുഡിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ നല്ലൊരു വലിയ പിസ്സ തന്നെ ഞങ്ങൾ കഴിച്ചായിരുന്നു, അത് €2.5. പക്ഷെ അത് വയറ് നിറഞ്ഞു. ഇപ്പോൾ കുറച്ചും കൂടി ഒരു വലിയ മനുഷ്യനാണെങ്കിൽ തന്നെയും 2 പിസ്സ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് വയറൊക്കെ നിറയും. ഒരു വലിയ പിസ്സയുടെ അത്ര തന്നെ ഉണ്ട്. പക്ഷെ ആ പിസ്സ തന്നെ ഞങ്ങൾ ഇതുപോലെ ഇറ്റാലിയൻ ഇതിൽ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അത്രയും വയറ് നിറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. അതാണ് ഡിഫറൻസ്. പിന്നെ ഇവിടെ ഒരുപാട് ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും ഭയങ്കര വിലയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ ഒരു ദ്വീപ് ആയതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ വില ഭയങ്കരമായിട്ട് കുത്തനെ കൂടുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇവിടെ 2 തരത്തിലുള്ളൊരു പോർട്ടുണ്ട്. അതായത് മാർക്കറ്റ് പോലത്തെ പോർട്ടും അല്ലാതെ മാർക്കറ്റ് അല്ലാത്ത പോലത്തെ പോർട്ടും. അപ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയതാണ്, 2 സൈഡാണ്. ഒരു സൈഡിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളത്, മറ്റൊരു സൈഡിൽ വലിയ മാർക്കറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൂടെ ഞാൻ ചെന്ന് അവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇടുങ്ങിയ കുറേ വഴികളുണ്ട്, അല്ലാതെ വിശാലമായിട്ടുള്ള കുറേ വഴികളുണ്ട്. പിന്നെ ഓരോ വഴി കൂടെ പോകും തോറും സാധനങ്ങളുടെ വില കുറവുണ്ടാവാം, വില കൂടുതലുണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് നമ്മുടെ ട്രിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോയത്. ഇപ്പോൾ ട്രിപ്പ് പോകാനാണെങ്കിൽ അധികം വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്.
കാരണം നമ്മൾ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഇത് കുറച്ചുകൂടി ഭംഗിയായത്. പിന്നെ ഇവിടെ ഒരുപാട് മ്യൂസിയംസ് ഉണ്ട്. അതിന് പിന്നെ ഇതുപോലെ പള്ളികളുണ്ട്. മ്യൂസിയംസിനൊക്കെ പൈസ കൊടുക്കണം. അതിൽ കൂടുതൽ കാണാനായിട്ട് കഴിയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോട്ടോസ്, അതുപോലെ തന്നെ ഫോട്ടോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. വൺസ് അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കര കൺജസ്റ്റഡ് ആണെങ്കിൽ ഉള്ളിൽ കയറാതിരിക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഒരു 30-50 യൂറോ കൊടുത്തിട്ട് ഒരു മ്യൂസിയത്തിൽ കയറുന്നേക്കാളും കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ നമ്മൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യണതാണ്. ചെറിയ ചെറിയ പാലങ്ങൾ, അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ്. ബാക്ക് വാട്ടേഴ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ദ്വീപ് എങ്ങനെ പണിതുയർത്തി എന്നൊക്കെ ഉള്ളതൊരു അത്ഭുതം തന്നെയാണ്. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ പേഴ്സണലി എനിക്ക് ഇറ്റാലിയൻസ് മറ്റുള്ളവരോട് ഇടപെടുന്നത് അത്ര റെസ്പെക്റ്റ്ഫുൾ അല്ലാന്ന് എനിക്ക് തോന്നി. മീൻസ് സ്പാനിഷുകാരെ അപേക്ഷിച്ച്. ഇപ്പോൾ നമ്മളൊക്കെ ഉദാഹരണത്തിന് ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ അറിയാൻ പാടാത്ത ആൾക്കാരാണെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനോട് സ്പാനിഷുകാർ ഓൾറെഡി ഹലോ, ഞാൻ ഇന്നതാണ് വന്നിരിക്കുന്നത്, എവിടേക്കുള്ള വഴി എങ്ങനെയാണ്, അല്ലെങ്കിൽ പോകാൻ നേരത്തെ താങ്ക് യു എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയുള്ള ബേസിക് മാനേഴ്സ് ഇറ്റാലിയൻസിന് വളരെ കുറവാണ്. അത് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മാനേഴ്സ് ഉള്ളവരും ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അത്യാവശ്യം ഞാൻ ഓൾമോസ്റ്റ് കണ്ടതിൽ ഞാൻ ഒരുപാട് പേരോട് ഞങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ പരിചയപ്പെട്ടു. ഈ 2 ദിവസത്തിനുള്ളിൽ ഒരുപാട് ആളുകളായിട്ട് കണക്ട് ചെയ്തു. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വെനീസ് ഇറ്റലിയിലേക്ക് വന്നിരിക്കുന്നു എന്നല്ല എനിക്ക് തോന്നിയേക്കുന്നത്. എനിക്ക് തോന്നിയേക്കുന്നത് ഞാൻ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ ഏതൊരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ നോർത്ത് ഇന്ത്യൻസാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനെന്തോ വേറെ ഹൈദരാബാദോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലൊക്കെയാണെന്ന് തോന്നിപ്പോയി. യെസ്, ദാറ്റ്സ് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെനീസിലേക്ക് ട്രിപ്പ് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് വേറെയാണ്, ഡിഫറെൻ്റ് ആണ്. നമുക്ക് ബംഗാളികളെ അതുപോലെ അവർ കുഴപ്പമുണ്ടെന്നല്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന പോണ വഴിക്കൊക്കെ റോസാപ്പൂവൊക്കെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ എറിയും, കീച്ചേനൊക്കെ എറിയും ചെയ്യും. നമ്മളങ്ങനെ ചാടി പിടിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും കാശ് വേണമെന്ന് പറയും. കാശ് കൊടുക്കാണ്ട് പോരാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിപ്പിച്ച് നമ്മുടെ നാട്ടിലൊക്കെ വഴിയോര കച്ചവടക്കാരെ മേടിപ്പിക്കുന്ന മാതിരിയാണ് ഇവിടെ ചെയ്യുന്നത്. അതെന്ത് മ്ലേച്ഛകരമാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ അത്യാവശ്യം ഒരു ഓർണമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് അല്ലെങ്കിൽ പൂക്കൾ എന്തെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളൊരു 10 എണ്ണം നോക്കിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുള്ളൂ. ഇത് അവർക്ക് കിട്ടണ ഏതെങ്കിലും ഒരു ചീഞ്ഞ പൂ നമ്മുടെ കയ്യിൽ കൊണ്ടുത്തന്നിട്ട് 10 യൂറോ തരാൻ പറയും. അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിലും അത്യാവശ്യം വെനീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ വേറൊരു എക്സ്പീരിയൻസ് ആസ്വദിക്കാനായിട്ട് കഴിയും. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചും കൂടി ഇതായി. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബോട്ട് സർവീസൊക്കെ ഓക്കെയാണ്. പിന്നെ ഞങ്ങൾ 25 യൂറോയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഒരു ബോട്ടിൻ്റെ 25 രൂപയ്ക്ക് ദിവസം മൊത്തം 24 hours എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒരു മെറിറ്റ് എന്ന് പറയാനായിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. ഫുഡ് എക്സ്പീരിയൻസ് ചെയ്തു, ഇവിടുത്തെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്തു, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. സോ ഇപ്പോൾ നമുക്ക് എന്തായാലും പോകാനായിട്ട് സമയമായി. അപ്പോൾ ഈ പോണ സമയത്തിനുള്ളിൽ ഇനി കുറച്ച് കാഴ്ചകൾ കൂടി കാണാനുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും ഇവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എന്താ പറയുക വരുന്ന അതിഥികളെ സ്വീകരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 3 പേരുടെ അഭിപ്രായങ്ങൾ. അതായത് ഞങ്ങളുടെ റിങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വളരെ മൂല്യമുള്ള സ്വന്തം ഭർത്താവെന്ന മുപ്പള്ളത്തില് മരം കുത്തി വെച്ച് കഴിഞ്ഞാൽ നശിക്കില്ല എന്ന് ഏതാണ്ട് വ്ളോഗർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, മഞ്ഞാരി വ്ളോഗുകൾ തിരയുന്നതിൻ്റെ ഇടയിൽ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഉപ്പുവെള്ളത്തിലും കായൽവെള്ളത്തിലൊക്കെ എന്ത് കുത്തിയാലും നശിച്ചു പോകും. സിമെൻറ്റോ മരമോ ഇരുമ്പോ ഒന്നും വ്യത്യാസമില്ല, എല്ലാം കൊണ്ടുപോകും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കക്കകൾ പറ്റം കൂടി അത് തിന്ന് പൊളിച്ച് തീർക്കും. അല്ലതേ മരം അറ്റ് നിൽക്കണണ്ട, വെള്ളം കയറുന്നോളം വരെ അത് പോവും, അത് ദ്രവിച്ചു പോകും. പിന്നെ ഈ തിരയിലുള്ളതുകൊണ്ട് ചെറിയ അടക്കം തട്ടി വെള്ളത്തിലുള്ള ചെറിയ മരത്തിൻ്റെ ബലം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഈ സാധനം പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഈ അനക്കമില്ലാണ്ട് കിടക്കുന്ന വെള്ളമല്ലോ, അനക്കമുള്ള വെള്ളം, പ്രഷറുള്ള വെള്ളം എല്ലാം ഉള്ളതാണ്.
സിമെൻറ്റും കാര്യങ്ങളൊക്കെ പൊടിഞ്ഞ് പോകും. എന്തിട്ടാലും പൊടിയും. ഇത് ഒറ്റൊരു വഴിയുള്ളൂ, മെയിൻ്റെനൻസ് ചെയ്യുക, റീബിൽഡ് ചെയ്യുക. ഇത് ആകെ നന്നാക്കാനുള്ള ഒരു വഴി, കീപ്പ് ചെയ്യാനുള്ള വഴി. ഇവരിവിടെ റീബിൽഡ് ചെയ്യുന്നതുകൊണ്ടും നന്നാക്കുന്നതുകൊണ്ടും എല്ലാം റീഫോം ചെയ്യുന്നതുകൊണ്ടുമാണ് ഇതിവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് ഇത് വെള്ളത്തിലായതുകൊണ്ട് മരമായതുകൊണ്ട് അങ്ങനെ കാലം നിൽക്കുന്നു ഒരു വ്യത്യാസമില്ല. ഇതിലും കൂടുതൽ കാലം ഉപ്പില്ലാത്ത വെള്ളത്തിൽ നിൽക്കുന്ന മരങ്ങൾ നിൽക്കും. അയലും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ മരം അത് കുറച്ചും കൂടി വിലയായിട്ട് കുറേ നാൾ നിൽക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. വെനീസിലെ സാധനങ്ങൾ നശിക്കാത്തത് വെനീസിലെ ആൾക്കാർ അത് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിപ്പോഴാണോ പറയണേ? വരുന്നതിന് മുമ്പ് വേണ്ടേ നോക്കാനായിട്ട്? വെനീസിൽ എല്ലാവരും അത് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വെനീസിൽ ആരും വീഡിയോയിലും അതൊന്നും കാണിക്കാത്ത സ്ഥലങ്ങളാണ്. ഗാർഡൻസ് നമ്മളിവിടെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് നൈറ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. ഒരു കാടും പടലൊക്കെ കയറിയിട്ടൊരു ഫീലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഈ രൂപങ്ങളൊക്കെ കാണുമ്പം ഒരു കാട്ടിൽ ഭയങ്കരമായിട്ട് കാട് അതിലേക്ക് പടർന്നു പിടിച്ച എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഒരു ഡേഞ്ചറസ് ഫീലൊക്കെ തോന്നുന്ന സാധനങ്ങൾ. പാമ്പിൻ്റെ തലയുണ്ട്, തൊട പകുതി പോയി. പിന്നെ ഇവിടെ ബീർ ബോട്ടിൽ വെച്ചിട്ട് ആട്ട് ചെയ്തേക്കണാണ്. ഇതെനിക്ക് തോന്നണേ ഇവിടെ സ്ഥിരമായി ബിനാല നടക്കുന്ന ഒരു ഏട്ടാണ്. പനാരി എടുക്കാൻ പറ്റും. പക്ഷെ ഇതെന്താ സംഭവം എന്ന് അറിയാം, ഇത് ബിനാലയുടെ ആട്ട് വർക്ക്. വേറെ വഴി കാണിച്ചു തരാം. വെനീസിലെ റോറോ ഉണ്ടോ? ഇതാണ് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നത്. വെനീസിലെ റോറോ ആണ് ഈ പോണത്. റോറോ എന്ന് പറഞ്ഞാൽ ആൾക്കാരെയും വാഹനങ്ങളും കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനമാണ്. ഫെറി എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. അതാണ് ACTV ഫെറീസ്. ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഗാർഡനിൽ തന്നെയാണ്. നമ്മൾ ഗാർഡനിലേക്ക് വന്നു. ഗാർഡനിൽ കുറേ ഒരു കൂട്ടം ആൾക്കാരെ കൂടി ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അത്ഭുതമാണ് കേട്ടോ. അതായത് ഫ്രണ്ടിൽ തന്നെ ആയിട്ടും ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടി ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്നു. മനോഹരമായ ഗാർഡനല്ലേ? ഇത് ശരിക്കും ഒരു തുറന്ന ഏരിയയിലാണ് ഇവർ നടത്തുന്നത് അല്ലേ? എന്തൊരു ഭംഗിയാ. ശരിക്കും ഇങ്ങനെ ബോക്സിങ് കളിക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കും. തുറന്നിട്ട ഏരിയയിൽ എൻജോയ് ചെയ്താണ് മാർഷൽ ആർട്സ് പഠിക്കുന്നത്. ഇത്ര ഓക്സിജൻ ഉള്ള ഒരു ഏരിയ വേറെ എവിടെ ഉണ്ട്? അതില്ല. ഭയങ്കര ഓക്സിജൻ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മൾ വെനീസിൽ വന്നിട്ട് വെനീസിൻ്റെ എല്ലാ ഉൾക്കാഴ്ചകളും നമ്മൾ കണ്ടു. നമ്മൾ ആരും പോവാത്ത രഹസ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ വെനീസിലെ എൻഡിങ്ങിലാണ്. ഇതാണ് വെനീസിലെ എൻഡിങ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മിലിറ്ററിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഇതിന് പറയുന്ന പേരാണ് സോണ ദ മിലിറ്ററാസെ. ദെൻ ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ മിലിറ്ററിയുടെ ഉള്ളാണ്. അപ്പം നമുക്ക് ഇവിടേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻഡിങ്. വെനീസിലെ കാഴ്ച വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വ്ളോഗിൽ കാണുന്നവരായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. Bella ciao, bella ciao, bella ciao, 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 la mattina. Bella ciao, bella ciao, bella ciao, 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 Martiniano, porta via, e ti sento di morire. Hola, Martina. Da partigiano. Bella ciao, bella ciao, bella ciao, 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 hola, Martina. Bella ciao, ciao, ciao. Bella ciao, bella ciao, bella ciao, 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 bella